Hello, welcome to TMA Food Channel. My name is Tisvi. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാക്കുന്ന ഇഡ്ഡലി കുറച്ച് വ്യത്യാസമായിട്ടും കുറച്ച് ഹെൽത്തി ആയിട്ടും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാനായിട്ടാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തുക. എങ്കിലും പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മെസ്സേജ് വഴി കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഈ ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇഡ്ഡലിയുടെ ബാറ്റർ തയ്യാറാക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന 1.5 കപ്പ് ഇഡ്ഡലി റൈസും 1 കപ്പ് മുഴുവനായിട്ടുള്ള ഉഴുന്നുമാണ്. ഇത് ഞാൻ 6 മണിക്കൂർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിന് ശേഷം ഇതിൻ്റെ കൂടെ ഞാൻ 1 കപ്പ് വൈറ്റ് റൈസ് കുക്ക് ചെയ്ത റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഉഴുന്നും മാവും റൈസും എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇത് റൂം ടെമ്പറേച്ചറിൽ ഓവർനൈറ്റാണ് ഞാൻ പുളിക്കാൻ വെക്കുന്നത്. അല്ലെങ്കിൽ തണുപ്പാണെങ്കിൽ നമ്മുടെ ഓവൻ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിൽ വെച്ചാലും മതി. അപ്പം നമുക്ക് പുളിക്കാനായിട്ട് വയ്ക്കാം. അപ്പം നമുക്ക് നമ്മുടെ മാവ് എന്തായെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മാവ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലപോലെ പുളിച്ചിട്ടുണ്ട്. ഇനി ഈ പുളിച്ച മാവ് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കുക്ക് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ആദ്യം ഉണ്ടാക്കുന്ന ഇഡ്ഡലി ഭയങ്കര സോഫ്റ്റും അടിയിലത്തത് ഹാർഡുമായി മാറും. അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാം. ഞാനിവിടെ ഇന്ന് 2 ടൈപ്പ് ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. ഒരു ടൈപ്പ് ക്യാരറ്റും ഒരു ടൈപ്പ് കോക്കനട്ട് ഇഡ്ഡലിയുമാണ്. ഇത് 2 തയ്യാറാക്കാനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയതും 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ മാവ് ഒഴിക്കാവുള്ളൂ. അപ്പോൾ സ്റ്റീമൊക്കെ വന്ന് തുടങ്ങി നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഇവിടെ തയ്യാറാക്കുന്നത് കോക്കനട്ട് ഇഡ്ഡലിയാണ്. അപ്പം നമ്മൾ തേങ്ങ ചിരകിയ ഫ്രഷ് തേങ്ങയായിരിക്കും എപ്പോഴും നല്ലത്. തേങ്ങ ചിരകിയത് 1 സ്പൂണോ 1.5 സ്പൂണോ നമുക്ക് ഈ കുഴിയിലിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നു. മാവ് എല്ലാ കുഴികളിലും ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് 20 മിനിറ്റ് നമുക്ക് ഇത് കൃത്യമായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ക്യാരറ്റ് ഇഡ്ഡലിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് എല്ലാ കുഴികളിലും ഇട്ട് കൊടുക്കുന്നു. അതും 1 സ്പൂണോ 1.5 സ്പൂണോ വീതം ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതും എല്ലാ കുഴികളിലും മാവ് ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് നമുക്ക് സാധാരണ ഇഡ്ഡലി കുക്ക് ചെയ്യുന്ന പോലെ തന്നെ 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. ഇത് ഭയങ്കര എളുപ്പവുമാണ്, ഹെൽത്തിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയുമാണ്.
അടുത്ത വീഡിയോയുമായിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം.